അല്ല മേലൊരു വരട്ടൊരു കഴിഞ്ഞാൽ നഗമുള്ളതാണ്. അവിടെ എന്താ ബി അടിപൊളി. കൊള്ളാം. നീ എന്തോ കഴിക്കണേ? അതെ ഞാൻ സാധനം ഉണ്ടാക്കി തരാം. ജസ്റ്റ് നാളത്തേക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണോ? ഒന്നുമില്ല, ഇനി ഒന്നുമില്ല. തക്കാളിയും ക്യാബേജും മാത്രമേ ഉള്ളൂ. നല്ല തോരനും നല്ല അതെടുക്കാണ്ട് വഴക്ക് വിചാരിച്ചതുകൊണ്ട് പറയോ? ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഞാൻ എടുത്തു തന്നാ മതി. എന്തോന്ന് എല്ലാവരും കഴിക്കുമ്പോ തരും. നീ ഇപ്പൊ ആദ്യം വെച്ച് കഴിച്ച അഡ്ജസ്റ്റ് ചെയ്യും. ഈ പൂച്ച വിളിച്ചോണ്ട് പോയേ. മ്യാവ് 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 മ്യാവ്. ഉപ്പാണ് എടുക്കുന്നത്. വേണോ ആർക്കെങ്കിലും? ഉപ്പ് നോക്കിയാണ് നോക്കോ? നീ നോക്കിക്കോടി. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വേറെ ആരെങ്കിലും കൊണ്ട് നോക്കിയാ ചേച്ചി ഒന്ന് വരൂ. ആരെങ്കിലും വരും, ഒന്ന് ഉപ്പ് നോക്കാം. അത് ഉപ്പ് ശാരിക, തക്കാളി ശാരിക, ഇതൊക്കെയാണ് നീയൊക്കെ എന്നെ വിളി. ഇതിനൊക്കെ നിന്നെയൊക്കെ പ്രേക്ഷകർ വോട്ട് ചെയ്ത് പുറത്താക്കിക്കോട്ടെ. ഞാൻ ഒരാളെ ഞാൻ ചോറെന്ന് പറയും, മലയാളത്തിൽ ചോറ്. ഇത് കൃത്രിമ കുടുംബിന് ഇല്ല ഇല്ല. ഇത് നമ്മള് വറുത്തത് എക്സ്ട്രാ മുളക് പൊടി ഒന്നും തരുമോ? നല്ലോണം വേണം. അത് വിഴുക്ക് വിട്ടൂടെ കൊടുത്തേ. ഉപ്പ് എടുക്കല്ലേ, ചുമ്മാ കുത്തി കാണിക്കല്ലേ. എന്തുവാണ് എല്ലാരും വിഷം നീക്കുവാണേ. ഒരു 2 തുള്ളി എടുത്തതിനാണോ? എന്നാൽ 2 തുള്ളി അങ്ങോട്ടേക്ക് തിരിച്ചിടാം. വേണ്ട. വലിയ ഉളുക്ക്, ചെറിയ ഉളുക്ക് എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന മോഡലിനെ കിട്ടി. കാൽമുട്ട് വേദന, മുട്ടിന് മേലെ മുട്ടിനെ തീഴ്. ചൊറിയുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഒന്നും പിടിച്ചിട്ടില്ല. അത് പിടിക്കണേ മുന്നേ നീ കൊണ്ടുപോയതില്ലേ? അത് കിടക്കട്ട്, കരിവേപ്പില ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അത് എടുത്ത് കളയാം. കരിവേപ്പില ഇല്ല, അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഞെട്ടതാ. തണ്ടിന് ടേസ്റ്റ് ആണ്. തിളക്കട്ടെ കിഴങ്ങ് വേവട്ടെ. അത് കഴിഞ്ഞിട്ടാണോ ടേസ്റ്റ് നോക്കണ്ടേ? പിന്നെ നീ മാനത്ത് നിൽക്കാതെ താഴോട്ട് വന്നിരിക്കേ. ഒന്നും പഠിക്കാൻ ഇഷ്ടപ്പെട്ടു. പഠിക്കണം. പിന്നെ കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയല്ലേ, കുറുക്കാനും പേടിച്ചു പോകുന്ന കൗശലക്കാരിയല്ലേ, ഹൈജിനിന്റെ കാര്യത്തിൽ നീ ഒരു വല്ലാത്ത ഓവറല്ലേ. പിന്നെ നീ മാനത്ത് നിൽക്കാതെ ഭൂമിയിൽ വന്നിരിക്കേ. കൊള്ളാമോ? ഉപ്പ് വേണോ? മതി. ഉപ്പ് ഓവറായിട്ട് ഇടണ്ട, ആൾക്കാരിട്ടോട്ടെ. വേണ്ട, എന്തിനാ വെറുതെ ഉപ്പ്? അത് രൺബീർ കപൂർ, കുന്നംകുളം രൺബീർ കപൂർ. നല്ല ഭംഗിയുള്ള കണ്ണ്. പഴയ ബാറ്ററി കൊടുത്തില്ലേ? നീ എന്തിനാടാ? വൈഫ് വരല്ലേ, കൊടുത്തു വിട്ടോ കയ്യില്.
എന്തിനാളിയാ രക്ഷപ്പെട്ടില്ലേ? ബാറ്ററി വന്നോ? പഴയത് കൊടുത്തില്ല. തോരനായി, ഇനി കറി. ഞങ്ങള് തൊട്ടടുത്ത്, അത്രേ ഉള്ളു ഡിഫറൻസ് ഞങ്ങള് തമ്മിൽ. ആണോ? അച്ഛനുണ്ട് ഞാനവിടെ. ഞാൻ നാട് വിടുവാ. നീ നാടുവിടെ ഞാൻ സമ്മതിക്കില്ല. ഇനാഗുറേഷൻ നമുക്ക് ഒരുമിച്ച് പോകേണ്ടതാ. സമ്മതിക്കില്ല ഞാൻ. മണി 8ന്റെ മണി. ആഹാരം തിന്നില്ല. പാട്ടൊന്നും പാടുന്ന പുള്ളിക്ക് അങ്ങനെ ഇത്ര ഇഷ്ടമൊന്നുമല്ല. അന്താക്ഷരി കളിക്കുന്ന പുള്ളിക്ക് അത്ര ഇഷ്ടമല്ല. ചിരിക്കുന്ന പുള്ളിക്ക് അത്ര ഇഷ്ടമല്ല. നമ്മള് എന്താ അത്? ഫുൾ ടൈപ്പ് രാവിലെ ഭയങ്കര വഴക്കല്ലായിരുന്നു. ഉച്ച ഒരു ടാസ്ക് തന്നില്ല പുള്ളി. ബീബി ചേട്ടാ ഇത് ഉപ്പുണ്ടോ നോക്ക് ചേട്ടാ. ഒനിയൽ ചേട്ടാ ഇനി ഉപ്പ് വേണോ നോക്ക്. ഏതിന്? അതിലിടുക, സ്പൂണിലെടുക്കുക. ഉപ്പ് കുറവാണ്. കുറവാ? ഇപ്പൊ ഉപ്പ് കുറവാണ്. ഞാൻ കിഴങ്ങ് കിടക്കുന്നുണ്ട്. കിഴങ്ങ് പറയാൻ പറ്റില്ല. ടാസ്ക് ഉണ്ടെങ്കിൽ രസമുള്ളൂ. ബോറടിക്കും അല്ലെങ്കിൽ. ടാസ്ക് കഴിഞ്ഞല്ലേ, ഇനി വൈകുന്നേരമൊക്കെ ആയിരിക്കും ഉണ്ടാവാം. ഇല്ല, ഉച്ച കഴിഞ്ഞ് വെക്കുമായിരിക്കും ചിലപ്പോ. ഇന്ന് ചിലപ്പോ ഇത് കാണുമായിരിക്കും ആരുടെങ്കിലും. വേറെ സ്റ്റൈലോ? ഇനിയിപ്പോ ആലിബ് വരുന്ന ദിവസം എന്തൊക്കെ മേക്കപ്പ് ആയിരിക്കും. ആലിബിന് തന്നെ നാച്ചുറൽ ആൽബിൻ എന്നല്ലേ പേര്? പറഞ്ഞിട്ടുണ്ടല്ല അതൊരു പ്രത്യേക പേരാണല്ലോ. ഒഫീഷ്യൽ നെയിം അത് തന്നെയാണോ? ആലിബ് ഫസൽ. റാർ നെയിമാ? യാ, റാർ നെയിം. ആലിബ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ സ്നേഹം എന്റെ ഉമ്മയെ പോലെ ഇരിക്കുന്നത്. ഇമ്മയെ പോലാണ് ഇരിക്കുന്നത്. എന്റെ ഉമ്മയെ പോലാണ്. ഞാനോ? ലാലിബത ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആലിബിനെ അല്ല, ഉമ്മയെ പോലെ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ പിന്നെ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഇങ്ങനെയാണ്. എന്തൊരു വളിപ്പനാണല്ലേ. ചീഞ്ഞു തുടങ്ങി തൽക്കാലം. ഇങ്ങനെയാണ്. ബീൻ ബാഗ് ആണെങ്കിൽ ഉമ്മ ഇങ്ങനെ. എന്റെ അവസ്ഥ വളരെ പരിതാപമായിരിക്കും അവിടെ പുറത്തിറങ്ങി. പുറത്തിറങ്ങി നമ്മള് ചീമുട്ടേ കയറായിരിക്കും എയർപോർട്ടിൽ നിന്ന് അക്ബറിന്. എന്ത് ചെയ്യുവോ എന്തോ ഞാൻ. മൂപ്പർ കയ്യിലൊന്നുള്ള പൈസ അവിടെ CRPF ഉണ്ടാവും. മുട്ടക്കാരനാ തീർന്ന് വെടിവെക്കും. റോഡിലിറങ്ങി എറിയല്ല, മറ്റേ കരിങ്കുടിയൊക്കെ കാണിക്കുന്ന അക്ബർ ഇറങ്ങുമ്പോ. ബ്ലാക്ക് കാറ്റ്സ് ഉണ്ടാവും, കരിങ്കൂടിയൊക്കെ കാണിക്കണല്ലേ. അങ്ങേരുടെ ഇതുവരെയുള്ള മറ്റേ ഗാനാരാധകരൊക്കെ എവിടെ നാണം കെട്ടവനെ നീ എന്ത് പാടാ അവിടെ പോയി കിടന്ന് കാണിച്ചത്. ഇത്രയും കരിഞ്ഞ മനസ്സുള്ള, ഇത്രയും വൃത്തിയായിട്ട് നാക്കുള്ള ഒരുത്തനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ഗെയിം കളിക്കാൻ വേണ്ടി എന്ത് തറത്തരവും ഇറക്കുന്ന ഒരുത്തനെ ഞങ്ങൾക്കിനി ആ പാട്ട് വേണ്ട. അത് തന്നെ സാധനം. എനിക്കത് കാണാൻ കൊതിയായി. നിങ്ങൾ കാണുന്നില്ല എന്നെ ഈ ഇരട്ടപ്പേരൊക്കെ വിളിച്ച് എന്റെ ഹോട്ട് സീറ്റിനെ അപമാനിച്ച് എന്നെ തെറി പറഞ്ഞിരിക്കുന്ന മനുഷ്യനായി. ഹോട്ട് സീറ്റിനെ അപമാനിക്കുന്ന കേരളത്തിലെ അവസാനത്തെ മനുഷ്യൻ ഞാനായിരിക്കും. അത് കഴിഞ്ഞ് മരിച്ചുവോ? അല്ല, അവസാനത്തെ മനുഷ്യൻ. കാരണം എല്ലാരും അപമാനിച്ചിരിക്കണ അതിന്. ഞാൻ ഇതിനെ അപമാനിക്കാത്ത കാര്യമെന്നറിയാം. അത് കാണാത്ത തെറി വിളിച്ച് ഞാൻ ബിഗ് ബോസ് വരാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ തെറി വിളിച്ചു കൊടുത്തിട്ടുണ്ട്. പാമ്പ് എവിടെ കേട്ടു? പാമ്പൊന്ന് പാർട്ടോ. അയ്യോ, അവിടെ എന്താ ഒരനക്കം? ഇവിടെ വൃത്തിയേടാക്കുന്ന ആരാന്ന് മനസ്സിലായി. ഇതിട്ടാ പക്ഷെ ആയിട്ടില്ല. വേവട്ടെ 10 മിനിറ്റ് പിടിക്കും. അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അന്നൊരു കംപ്ലൈന്റ് പറഞ്ഞല്ലോ, ഇന്നു പറഞ്ഞല്ലോ. കഴിഞ്ഞ കാര്യങ്ങൾ വിടുക. ഇതിപ്പോ 1 വീക്ക് ഫസ്റ്റ് വീക്ക് നടന്ന കാര്യമല്ലായിരുന്നു അത്. അത് കഴിഞ്ഞ എന്നാലും ഇപ്പോഴത്തെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ടാ ചെയ്യുന്നത്. എന്നാ എനിക്ക് അത് പോരായിരുന്നു. ഞാൻ പലവട്ടം പറയേണ്ടി വന്നു. ആദ്യത്തെ ആഴ്ചത്തതാണ് ഏറ്റവും അടിപൊളി. രണ്ടാമത്തെ ആഴ്ച വന്നൊരു ബോറായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പൊടിയൊക്കെ കമ്പാരിറ്റീവ്ലി ആദ്യത്തെ ആഴ്ച. എന്നിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കിയ പൂപ്പൽ ഇന്നപ്പം ഞാൻ വൃത്തിയാക്കി. അത് കറക്റ്റ്. നൂറ, നിങ്ങളുടെ മൈക്ക്
സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുക. പൂപ്പില് വന്നാലല്ലേ ഇപ്പൊ കംപ്ലൈന്റ് തോന്നുന്നില്ല. പൂപ്പില് വരണല്ലോ. അന്ന് ഫസ്റ്റ് ചേച്ചി ഞങ്ങള് പൂപ്പലേ വാന്ന് പറഞ്ഞില്ലല്ലോ. അത് നേരത്തെ പറയാനോട് വരരുതെന്ന് അപ്പൊ നമുക്ക് വരരുതെന്ന് പറയാൻ പറ്റുമോ? പൂപ്പല് വരുന്നാലേ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവരുള്ളപ്പോഴാണ് പൂപ്പല് വന്നത്. അല്ല, കുറച്ച് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അത് നിങ്ങളല്ലായിരുന്നു? അല്ല, ഞങ്ങൾ ഫസ്റ്റത്തെ ആഴ്ച. ഫസ്റ്റ് നല്ലായിരുന്നു. കൊണ്ട് രക്ഷപ്പെട്ടു. അയ്യോ അല്ല ഇയാളെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കട്ടെ. ചേച്ചി എടുത്തു വെച്ചോണ്ടാ കാണിച്ചു കൊടുക്കാൻ? അല്ലല്ല അത് ചെയ്തു. നിങ്ങൾ ചെയ്തില്ലേ? ഇന്നിപ്പോ നോക്കിത്തരും. നിങ്ങൾ ചെയ്തതിന്റെ ബാക്കി കാണിച്ചു ബാ. നന്നായിരുന്നു. എപ്പോഴുണ്ട് ഇവള് ഞങ്ങളുടെ പറയാവോ? അപ്പൊ ബിഗ് ബോസ് പറയാന്ന് പറഞ്ഞിരുന്നെങ്കിൽ വായു വരുമോ? ഇട്ടിരിക്കുന്നത് ആരാണെന്ന് അറിയില്ല. മനസ്സിലായോ? എന്നിട്ട് ആദ്യത്തെ ദിവസം സരികേച്ചി ആദ്യത്തെ ദിവസം അതെല്ലാം കൃത്യമായിട്ട് ചരണ്ടി കളഞ്ഞ് ഞാനും രേണും അതിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് അത് ചരണ്ടി കളഞ്ഞ് ഒരു കവറിലിട്ട് ഞാൻ കണ്ടു. അത് കണ്ടു. ഞാൻ പറഞ്ഞതല്ല. അതിനുശേഷവും ഇന്നലെ രാത്രി വരെ എന്തുണ്ടായിരുന്നു? അങ്ങനെയല്ല പൂപ്പല് വന്നു. അത് ഇന്ന് ഞാൻ നിങ്ങൾ നോക്ക് വാതിലത് എങ്ങനെയാണുള്ളത്. പാമ്പൊന്ന് നോക്കുമ്പോ നമ്മൾ ഈ പാടത്തൊക്കെ കാണുന്ന പായലും പൂപ്പലും അത്ര മാത്രാണ്. എന്നിട്ടും അവരുടെ വൃത്തി എന്ന് പറയുന്നത് എത്രയുണ്ട്? ഞാനിപ്പോ അതാ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച അതായത് പാടത്തൊക്കെ കാണുന്ന പായലും പൂപ്പലും പോലെയാണ് നിൽക്കണ്ടായിരുന്നത്. ഒരു കവർ നിറച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. പാമ്പാട്ടികളുടെ വീടാ. മനസ്സിലായില്ല. ഒന്നുകൂടാ. അത് പെട്ടെന്ന് പൊക്കും. അതൊക്കെ പെട്ടെന്ന് പൊക്കും. ഞാനൊന്ന് പറയാം. പോണ മണം വന്നിട്ട് മൂക്ക് കുത്തിയിട്ട് ഒന്നുകൂടാ. ഓക്കെ. കേസരിന്റെ ഓല കഷ്ടാണ്. മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. ഞാനാ പറഞ്ഞു മനസ്സിലായില്ല. ഒന്നുകൂടി കാണിക്കാൻ. പാട്ടൊക്കെ പറഞ്ഞില്ല. പാട്ട് പറഞ്ഞേ. ആദില, നൂറ, നീ വാ. വെന്താ നോക്കാനാ. നമുക്ക് മറ്റേ കളിക്കാ. ഡോഗ് എന്താ ഒരെണ്ണല്ലേ ഞാൻ അടിക്കുമ്പോ എടുക്കും. അതിന്റെ മിസ്സായി പോയി. അത് കിട്ടതാ. ഫ്ലോർ വൃത്തിയാക്കുന്ന അക്ബറാണ്. ഊരത്താനും കാര്യം
ഒരു രസം. പിന്നെ കുത്തിത്തിരിപ്പിന്റെ രാജകുമാരി അതങ്ങനെ പറയാൻ കാര്യം കുറുക്കനും പേടിച്ചു പോകുന്ന കൗശലക്കാരി ഹൈജീനിന്റെ കാര്യത്തിൽ നീ ഒരു വല്ലാത്ത ഓവറല്ലേ. പിന്നെ നീ മാനത്ത് നിൽക്കാതെ കയ്യില് വന്നിരിക്കേ. ഹലോ ഹലോ ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ വീടാ നിന്റെ വീടാ ഫ്ലോട്ട് ചെയ്യുമ്പോ കണ്ടോ അവൻ പൊക്കിയെന്ന് അകത്ത് വെച്ചോളൂ. പിന്നെ ഇടയിൽ കൂടെ പാട്ട് പാടി പാടി അവൻ ബാക്കിൽ ഇട്ടിരിക്കുകയാണ് ടിഷ്യൂ പേപ്പർ. ഹലോ ഹലോ അങ്ങനൊക്കെ എനിക്ക് വിശക്കുന്നു. പാവോ കുതിര കുതിര പോകുന്ന സൗണ്ട് കേൾപ്പിച്ചേ. അത് നിങ്ങൾക്കോള് വച്ച രൂപ വെച്ച് നിങ്ങൾക്കോള് രൂപല്ലോ സൗണ്ടല്ലേ കാണിക്കുന്നത്. ആനെ എടാ എന്തൊക്കെയോ പറിച്ചുകൊണ്ടോ ആനക്ക് രണ്ട് കാര്യം മദ്ദളല്ലേ കട്ടിലല്ലേ അതിന്റെ പുറകില് ചിന്ന കുട്ടി പൊളിച്ചടാ നല്ല സാധനം കിട്ടുന്ന സാധനം. ഇവിടുന്ന് ബാറ്റ് ചെയ്യാൻ അവിടുന്ന് ബോൾ ചെയ്ത് പിച്ചു റെഡ് ഹാൻഡ് കളിക്കാ കയ്യില് അടിച്ചിട്ട് അടിപൊളി സാധനം. പേരുവിളി ഫിസിക്കൽ അസോൾട്ട് ആണ്. പേര് പറഞ്ഞ പേരുവിളി പറഞ്ഞോളാം. ഏതെങ്കിലും പേര് പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ ഞാൻ പേരുവിളി എന്ന് പറയണം. ഏത് പേരാണെങ്കിലും ഏത് പേര് നമ്മുടെ വായന ആരെങ്കിലും ഒരു പേര് വന്നാൽ അപ്പൊ നമ്മൾ പേരുവിളി പറഞ്ഞോളാം. പേരുവിളി എന്ന് പറഞ്ഞില്ല കിട്ടി. മനസ്സിലായില്ല. സംസാരിക്കുന്നതിനിടയില് പേര് പറഞ്ഞപ്പോ പേരുവിളി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നത് ബിന്നി പേരുവിളി അങ്ങനൊക്കെ പറയണം. പറഞ്ഞാണ് മാത്രം പറഞ്ഞാൽ മതി. അത് ആ പേരുവിളി പറഞ്ഞില്ലെങ്കിൽ ആരാണോ പേര് പറഞ്ഞത് ബാക്കിലൊക്കെ വന്നിട്ട് മണ്ടക്കൊടുക്കാൻ ബിഗ് ബോസ് ബിഗ് ബോസ് കളിക്കുന്നുണ്ട്. നല്ല ഇടി കിട്ടും. ഇടിച്ച മോന്തടിച്ച പുറത്ത് ഞാൻ ഇതിപ്പോ നമ്മുടെ 3ാമത്തെ ആഴ്ചയല്ലേ? എനിക്ക് വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ബോണസാ. 3ാമത്തെ ആഴ്ച ബോണസിലെ പക്ക ബോണസ്. പക്ഷെ 4ാമത്തെ ആഴ്ചയിലോട്ടുണ്ടല്ലോ ഇതില്ലാത്തത് കൊണ്ട് നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ 1 month കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ സെറ്റ്. അയ്യോ ഞാനിന്ന് ത്യാഗം ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഞാൻ എവിക്ഷനിൽ പോവാനായിട്ടായിരിക്കും ഈ വീട് വിട്ട് പോകാനെന്നുള്ള ഞാനങ്ങനെ വിചാരിച്ചിട്ട് ത്യാഗം ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ മോള് കൈ പൊക്കിയായിരുന്നില്ലേ? ഞാനും പൊക്കി. കാര്യം എല്ലാവർക്കും കൂടി വേണ്ടിട്ടല്ലേ. അപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകരോടും അതാ പറഞ്ഞത്. നെവിൻ കേട്ടോണേ, ശരി ഏതാന്ന് നീ കേക്കണം. നീ എന്റെ ഫ്രണ്ടായിട്ട് കേൾക്കണം. ഫ്രണ്ടാണോ ചേച്ചി? പറയട്ടെ പൊന്നെ, അനിയനുമാ. റെനയുടെ തലയിലൊക്കെ ഉണ്ട്, പേനൊക്കെ ഉണ്ട്. ഇപ്പം എന്നോട് സരി ചേച്ചിയൊക്കെ പറഞ്ഞു, അവളും പറഞ്ഞു എന്നോട് ചേച്ചി എന്റെ തലയിൽ എടുത്തു. ചേച്ചിക്ക് വേണേൽ പറയായിരുന്നു കൊല്ലുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതെല്ലാം ശരിയാണ്. ഞാൻ ചൊറിഞ്ഞ് നടക്കുന്നത് എന്നെ ട്രോളന്മാർ എപ്പോഴും ട്രോളുന്ന ഇങ്ങനെ വെച്ച്. അതൊന്നും എനിക്ക് വിഷയമല്ല. സരി ചേച്ചി ചൊറിഞ്ഞ് നടക്കല്ലെന്ന് പറഞ്ഞു ഞാൻ അകത്തേതിപ്പം. പക്ഷെ ഇങ്ങനെ 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 ഇരുന്നെന്ന് പറഞ്ഞ തെറ്റാണോ? തെറ്റാ. അത് മാത്രമേ എനിക്കുള്ളൂ. വേറെ എന്ത് പറഞ്ഞു സങ്കടമായി മാറ്റിയിരുത്തിയിട്ട് അത്ര അഗ്ലിയാണോ നിങ്ങൾ? ഞാൻ നിങ്ങളുടെ മുന്നിലല്ലേ വന്ന് ഈ കാണിക്കുന്നത്. രാവിലെ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു. ഇവിടെ 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 ഇങ്ങനെ പേനിരിക്കുവാണെങ്കിൽ ആൾക്കാർ വന്ന് കാണുന്നവർ വന്ന് പറയത്തില്ല മുഖം മുഴുവൻ പേനാണ്. അത് പബ്ലിക്കായിട്ട് പറയാം. അങ്ങനെ പറഞ്ഞെങ്കിൽ എന്നെ മാറ്റി നിർത്തി അനുമോള് പറയാം. ഞാൻ അനുമോളെയും കുറ്റപ്പെടുത്തിയല്ല ഞാൻ പറഞ്ഞ. നിങ്ങൾ പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രേക്ഷകരെ തീരുമാനിക്കണം. എണിച്ചേച്ചി ഇത് ഇവിടെ 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 എല്ലാം ഇരിക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോണേ. അപ്പൊ ഞാൻ എന്നാ പറയുന്നത്, അനുമോളെ പബ്ലിക്കായിട്ട് പറയല്ലേ അനുമോളെ. ഞാനപ്പൊ എന്നാ പറയുന്നത് അറിയോ? ഇത്
പബ്ലിക്കായിട്ട് പറയല്ലേ, ചേച്ചി ശ്രദ്ധിച്ചോളാം കേട്ടോ, ശല്യമാടപ്പേ. ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, എനിക്ക് തലയ്ക്ക് നല്ല പ്രശ്നമാണ്, ട്രീറ്റ്മെന്റ്. അങ്ങനെയല്ലേ ഞാൻ പറയും. ഇവിടെ പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇരിക്കണം, ചൊറിയുന്ന കാര്യമൊക്കെ ശരി, ചൊറിഞ്ഞോട് നടക്കണം. എനിക്ക് ചിരിയാൻ വരത്തില്ല, കാരണം എന്നെ ഇങ്ങനെ കാണിക്കുന്നത് ട്രോളന്മാര് പുറത്തുനിന്ന് രണസോന ഇതാണ് കുഴപ്പമില്ല. പക്ഷെ ആ ഒരിത് ഇങ്ങനെ ഇരിക്കുന്നെന്ന്, മുഖത്തിരിക്കുന്നെന്ന് പറഞ്ഞ എനിക്ക് അതെന്റെ പ്രേക്ഷകര് പറയട്ടെ, അതെന്നാന്ന് പറയട്ടെ. ഞാൻ അതുകൊണ്ട് ഞാനിപ്പോ അവിടെ നിന്നാ ഞാനിപ്പോ മുടിച്ചിരിക്കുന്നത്. അത് തെറ്റല്ലേ? അങ്ങനെ ഇങ്ങനെ മുഖത്തോട്ട് ഇറങ്ങി ഒരാളെ അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബുള്ളിങ്ങാണ്. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു. അത്രേ ഞാൻ പറഞ്ഞു. ഞാൻ അവളെ സരിക ചേച്ചിയുടെ പറഞ്ഞു ഇവിടെ സോറി പറഞ്ഞ ഇല്ല പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അവളിപ്പോഴും അതൊരു തെറ്റല്ല എന്നാ പറഞ്ഞ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എളുപ്പാണ് അവള് പറഞ്ഞുതരും. ഒരു മിസൈല് പോലെ ജിസൈൽ കേരളത്തിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ നെഞ്ചിൽ ഇടനെഞ്ചിൽ സ്ഥാനം നേടി ബിഗ് ബോസിലെ ക്വീൻ ലൈനായിട്ട് വരുന്നുണ്ടോന്നാ പറഞ്ഞു. നിങ്ങൾ കാണും ഇങ്ങനെ ക്യൂ ആയിട്ട് എസ്കോർട്ടിന് വരുന്നുണ്ടോ എന്റെ നെറ്റി കൂടെ. അങ്ങനെ ഉണ്ടെങ്കിൽ പറയണ്ടേ, അവർക്ക് പറയണ്ടേ. ഞാനൊരു മനുഷ്യനല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ. പണ്ടൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ വെച്ച് ഓരോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിത്ര 10-34 വയസ്സുള്ള ഒരു പെണ്ണല്ലേ ഞാൻ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അനുമോൾക്ക് അങ്ങനെ തോന്നി, കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ മാറ്റി നിർത്തിയല്ലേ പറയണ്ട. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആദ്യത്തെ പ്രാവശ്യം ഒരു കിട്ടി, അത് ഞാൻ ക്ഷമിച്ചു. അത് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ, പ്രേക്ഷകരെല്ലാം കണ്ടല്ലോ, അത് ഞാൻ ക്ഷമിച്ചതാണ്. ഇത് വിഷമം വരത്തില്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പേനുണ്ടെന്നൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞു. വേറെ കുളിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. കുളിച്ചില്ല, ചേച്ചി കുളിക്കുന്നില്ല, പോയിക്കോട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു കണ്ടന്റ് പണ്ടൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ പറഞ്ഞു അങ്ങനെ ആയത്. അതുപോലെ ഞാൻ സ്വീകരിക്കും. ചേച്ചിട്ട് തല ചൊറിഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ട്രോളന്മാർ ഇങ്ങനെ ചൊറിഞ്ഞാണ് എന്നെ കാണിക്കുന്നത്. ചേച്ചിയുടെ മുഖത്തൂടെ നെറ്റിയുടെ എല്ലാം കുഞ്ഞു പേരുകൾ അരിച്ചരിച്ചിറങ്ങുന്നെന്ന്. അതെന്താണ് പ്രേക്ഷകരായ നിങ്ങൾ പറ. എന്റെ സ്ഥാനത്ത് നിങ്ങൾ അവിടെ നിൽക്കുന്നെങ്കിൽ ഒരു കണ്ടസ്റ്റൻസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കൂട്ടായൊരു അവൾ എന്നോട് വന്ന് പറയണ്ടേ ചേച്ചി ഇങ്ങനെ കുഞ്ഞു പേരുകൾ അങ്ങനെ. എല്ലാരോടും ഞാൻ ചോദിച്ചു, ആരും കണ്ടിട്ടില്ല. ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാള് കാഫി എന്ന് പറഞ്ഞിട്ട് പേരുണ്ട കാഫി ആളതേ ടോണിനാണ് പോണത്. അപ്പൊ എന്റെ കാലുമ്പ ചവിട്ടി, കാലുമ്പോട് സാറേ സോറി എന്ന് പറഞ്ഞൊരു പോക്ക് പോയി. ഞങ്ങളവിടെ ഒരാളുടെ നാരങ്ങ വെക്കാൻ വരും. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവൂടാ. ഞാൻ IRCTC ജോലി ചെയ്തിട്ടുണ്ട് ട്രെയിനില്, ഈ സെയിം ജോലി ചായ ബിസിനസ് കച്ചവടം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മള് അവരുടെ കൂടെ കൂടുതലും പുറത്തുള്ള ആൾക്കാരാണ് ജോലി ചെയ്യണം. ആ സമയത്ത് നമ്മള് ചായ അത് ഞാൻ ഏകദേശം ഒരു 8 മാസം ജോലി ചെയ്ത്. ഓട്ടോമാറ്റിക്കലി 2 മാസം കഴിയുമ്പോഴത്തേക്ക് എന്റെ വിളി ഉൾപ്പെടെ മാറിപ്പോടാ. ചായ ഞങ്ങളവിടെ നാരങ്ങ വെക്കാൻ വരുന്നുണ്ട്. ചെറുനാരങ്ങയാണ് വെക്കണത്. അയാൾ നിങ്ങൾ പറയും അത് കേൾക്കുമ്പോൾ ചിരി വരും. ഞാൻ എടുക്കും അത്. ഫ്ലോറാണോ? കക്കൂസിന്റെ കാര്യം നോക്കിയാൽ ഫ്ലോറല്ലല്ലോ, കക്കൂസ്. ഞാൻ ഫ്ലോറാണ് തിശമരിയാക്കി എനിക്കിപ്പോ വേണ്ട. ലാസ്റ്റ് മാത്രം ചിന്തിച്ചാൽ മതി പ്രേക്ഷകർ. എന്റെ ടീച്ചണ്ടി അവളാരാ? എന്തു ഞാൻ എവിടെ കിടക്കട്ടെ.